ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കൂടെ ഒരു ബെല്ലൈക്കണും കൂടി അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. വീണ്ടും പണിസ്ഥലത്തെ വിശേഷങ്ങളും ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ സ്വീകരിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും നമ്മുടെ 1000 നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ ഒക്കെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ നൂൽപുട്ട് വേഗം ഒന്ന് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നൂൽപുട്ടൊന്ന് വെന്ത് ആവി കയറി ഉഷാറായിട്ട് കിട്ടണം. അപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ ട്രിപ്പ് നല്ല സെറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചതാണ്. അപ്പോൾ നല്ലോണം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി നൂൽപുട്ടാണെന്ന്. ഇതിന് എന്താ പറയുക, നൂലപ്പൊന്നും പറയൂലേ. അപ്പോൾ അത് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കിയെടുത്തതാണ്. അപ്പം അടുത്തതും കൂടി ഇറക്കി വെച്ച് കൊടുത്ത് അതിലേക്ക് ലാസ്റ്റ് വരുന്ന മാവ് ഇതാ ഒരു ചെറിയൊരു കൊഴുക്കട്ട രൂപത്തിലാക്കിയിട്ട് ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചായൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്ത് മീനെടുത്ത് ഫ്രീസറിൽ നിന്ന് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. നല്ല ഐസാണ്, മത്തിയാണ്, ഇന്നലെ കിട്ടിയതാണ് വൈകുന്നേരം. അപ്പോൾ അത് ചേച്ചി ഫ്രീസറിൽ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് രാവിലെ വന്നാൽ വേഗം വെള്ളത്തിലെടുത്തിടും. അതൊന്ന് അലിഞ്ഞ് കിട്ടണ്ടേ വേഗം. അപ്പോൾ അതാ നമ്മളെ നൂൽപുട്ടൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഉണ്ടാക്കിയതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിക്കുള്ള റെസിപ്പിയാണ് കേട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട്. പരീക്ഷിച്ച് നോക്കിയപ്പം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഇനി കുറച്ച് തേങ്ങ ഒന്ന് ചിരവി വെക്കണം. കാരണം ഇന്നലെ ചിരവി വെച്ച തേങ്ങ ഇന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പം ഇത് കുറച്ചൊന്ന് അവിടെ ചിരവിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണമല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. യാദൃശ്ചികമായിട്ട് ഞാൻ വരാതെ ഏതെങ്കിലും ഒരു ദിവസം നിന്നാലോ എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ. പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യൻ്റെ കാര്യമല്ലേ. ഇന്ന് ഞാൻ വൈകുന്നേരം പണി കഴിഞ്ഞ് പോയി ഉച്ചയാകുമ്പോഴേക്ക് പോയി എന്ന് വിചാരിച്ചോ, പിറ്റേന്ന് ചിലപ്പോൾ ഞാൻ പണിക്ക് പോയിക്കൊള്ളണം എന്നില്ലല്ലോ. എന്തെങ്കിലും വയ്യായികയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇന്ന് ചേച്ചിക്ക് കുറച്ച് തേങ്ങ ചിരവിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ രാവിലെ വന്നാലേ അത് പുറത്തേക്ക് എടുത്ത് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ കേട് വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ ഇന്നലത്തെ സംഭവം എടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തോലൊക്കെ പൊളിച്ച് ഇനി അരക്കണയിലൊന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളെ ക്യാമറേൻ്റെ ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. ആ കാണുന്ന വെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു കംപ്ലൈൻ്റ് ആട്ടോ നമ്മളെ ഈ ക്യാമറയ്ക്കുള്ളത്. അതൊക്കെ പോട്ടെ, ഞാൻ വേഗം തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കും. പിന്നെ ബാക്കിയുള്ള തേങ്ങ ഇന്ന് നമുക്ക് മത്തി തേങ്ങ അരച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതാ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും. അപ്പം ചേച്ചി പറഞ്ഞ് ഇനി അടുക്കളയിലെ പണി അവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ട് ഓടി വാ, ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം, കുറച്ച് സമയമായില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ ഞാൻ ചോറിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പം ചായയൊക്കെ കുടിച്ച് എഴുന്നേറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ നല്ല കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് നൂൽപുട്ടും ഞണ്ട് കറിയും തിന്നാന്ന് വിചാരിച്ച് ചേച്ചി നൂൽപുട്ടും തേങ്ങാപ്പാലും കൂട്ടിയിട്ടാട്ടോ തിന്നണത്. ഇത് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് വെച്ച ഞണ്ട് കറി ഉണ്ടല്ലോ, അപ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഞാനത് കൂട്ടിയിട്ട് തിന്നുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ മീൻ കറിയൊക്കെ കൂട്ടി തിന്നുക നൂൽപുട്ട് എന്ന് പറയുന്നത്. അപ്പം മീൻ കറിയല്ല, ഞണ്ട് കറിയാണ്, എന്നാലും മത്സ്യക്കറിയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് സംഭവം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചേച്ചി ഞാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാട്ടോ ഇതിങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇരിക്കുക. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറയാനുണ്ടാകും. കാരണം ഒരു 1/4 മണിക്കൂർ നേരം ഞങ്ങൾ എന്തായാലും ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇത് നൂൽപുട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പം സക്സസ് ആയി എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ ഈ വോയിസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. സംഭവം ഇത് കേട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും. അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുണ്ടാക്കും നൂൽപുട്ടൊക്കെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അത് പറയണ്ട എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ചേച്ചി, ചിലവർക്ക് ഈ റെസിപ്പി അറിയണം എന്നുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലിങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ചിരിക്കുക കേട്ടോ. ഇതൊക്കെയല്ലേ ഒരു സന്തോഷ നിമിഷങ്ങളല്ലേ. രാവിലെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോണ വരെ നല്ല ഹാപ്പി കേട്ടോ. ഞാൻ പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോണ വരെ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞും തമാശ പറഞ്ഞ് ചിരിച്ചും ഞാൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കും കേട്ടോ. കാരണം അത് ചേച്ചിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചിരിക്കാനൊക്കെ.
അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളൊരു ദിവസം ഉച്ചവരെ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഞാനിതാ ഞണ്ടുകാലൊക്കെ എടുത്ത് തിന്നാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, അയ്യോ എനിക്ക് അതൊന്നും തിന്നാൻ മെനക്കെട്ടൂടാ, ഈ എന്നെ തിന്ന് തീർക്കുക അതൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയും, ഞാൻ എങ്ങനെയും തീർത്തോളം ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇത് സെറ്റപ്പ് ഞണ്ടാണ്, നല്ല കട്ടിയുള്ള ഇറച്ചിയാണ് കേട്ടോ. കണ്ടപ്പോൾ അത്ഭുതമായിപ്പോയി. ഇങ്ങനെ ഇറച്ചിൻ്റെ ആ ഭാഗം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റോ നല്ല അടിപൊളി ടേസ്റ്റോ, നല്ല വലിയ ഒരു നീല കളർ ഞണ്ടാണ് കേട്ടോ നല്ല കിട്ടിയത്. അപ്പോൾ സംഭവമൊക്കെ സെറ്റാണ്. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് തിന്ന് തീർക്കട്ടെ. ഇത് തിന്നുമ്പോൾ എൻ്റെ കൈയിൻ്റെ മേലെ കൂടിയൊക്കെ ഒലിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ തിന്നണ പോലെ ആണെന്നൊക്കെ പറയും. പക്ഷേ ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ തിന്നാലും ഞണ്ടിൻ്റെ കാലിൻ്റെ ഉള്ളിലുണ്ടാവണ കറി അത് നമ്മളെ കൈയിൻ്റെ മേലെ കൂടെ എന്തായാലും ഒലിക്കും കേട്ടോ. അത് ഇന്നെന്ന് മാത്രമല്ല, അത് എപ്പോൾ നമ്മൾ തിന്നുകയാണെങ്കിലും ക്യാമറേൻ്റെ മുന്നിലായിട്ട് എന്നല്ല, അത് നമ്മൾ വീട്ടിലായാലും ഈ സംഭവമൊക്കെ തിന്നുമ്പോൾ ഇങ്ങനെയാണ്, 2 കൈയും പ്രയോഗിക്കുകയും വേണം. ഇതൊക്കെ ഞങ്ങളെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. പുഴയിൽ നിന്നൊക്കെ ചൂണ്ടിട്ടാലൊക്കെ ഇങ്ങനത്തെ ഞണ്ടൊക്കെ കിട്ടാൻ നല്ല ഇതാണ് ഇവിടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു സംഭവം ധാരാളമായിട്ട് കിട്ടും കേട്ടോ. നല്ല പച്ച കളറ് ഞണ്ടിന് എല്ലാം കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഒരു പഞ്ഞമില്ല എന്ന് തന്നെ പറയാം. എപ്പം വേണേലും ഞണ്ട് പിടിക്കുന്ന ആൾക്കാരോട് ഞണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെത്തിച്ചു തരും കേട്ടോ. പക്ഷെ നല്ല വില കൊടുക്കണം. 1000, 800 അങ്ങനെയൊക്കെയാണ് ഞണ്ടിൻ്റെ വില. അതോ ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ അത്ര വില കൊടുത്താലും. പക്ഷെ അതിന് ഒരുപാട് ടേസ്റ്റുകളുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞണ്ട് സൂപ്പ് വയ്ക്കാനൊക്കെ അങ്ങനെ ഓരോരുത്തരും വാങ്ങിക്കൊണ്ടുപോകലൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഞണ്ട് പിടിക്കും. ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിൻ്റെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഞണ്ടിനൊക്കെ പിടിക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞ് കഥ ഏതോ റൂട്ടിലേക്ക് പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം മേശയൊക്കെ ഒന്ന് തുടച്ചിടുക കേട്ടോ. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മേശയൊക്കെ ഒന്ന് വൃത്തി വേണ്ടേ. അപ്പോൾ വേഗം മേശ ചായ കുടിച്ച് കഴിഞ്ഞാൽ എന്നും ഈ ഒരു രീതി തുടർന്ന് പോണതാണ് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി വേഗം ചായ കുടിച്ച പാത്രങ്ങളൊന്ന് കഴുകി വെക്കണം. ചായ കുടിച്ച പാത്രം കഴുകി വെച്ചിട്ട് വേണം ഇനി അടുക്കളയിലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മളെ ചോറൊന്ന് വെന്തണോന്ന് ഇടയ്ക്കൊന്ന് പോയി നോക്കും വേണം. പക്ഷെ അത്ര പെട്ടെന്നൊന്നും വേവില്ല, നല്ല വേവുള്ള അരിയാണ് ഇട്ടത്. അപ്പോൾ ചേച്ചി പറയുകയും ചെയ്യും, നമ്മളെ അരി അടുപ്പത്തിട്ടാൽ പിന്നെ നമുക്ക് എന്ത് പണി വേണേലും ചെയ്യാം, അതവിടെ കിടന്നങ്ങനെ ആയിക്കോളൂന്ന്. അത് സത്യം തന്നെയാണ് കേട്ടോ. അരി അവിടെ കിടന്നങ്ങനെ ആവണ വരെ നമുക്ക് ഏത് പണി വേണേലും തീർക്കാം. ലാസ്റ്റ് നോക്കിയാൽ മതി ചോറിലേക്ക്. കാരണം ഫസ്റ്റ് അത് വെക്കും വേണം, ലാസ്റ്റിലേക്ക് അതാവുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും വെന്ത് റെഡി ആയാലും ചോറ് വെന്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുഞ്ഞു കാര്യങ്ങളും ജോലികളൊക്കെ ചെയ്യും. അപ്പോഴേക്കും ഞാൻ പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വന്ന് മഴ പെയ്യണതിൻ്റെ മുന്നേ വേഗം അതങ്ങോട്ട് തീർക്കും കേട്ടോ. അതങ്ങോട്ട് തീർത്തില്ലെങ്കിൽ സമാധാനമില്ല. കാരണം മഴ പെയ്താൽ പിന്നെ ഇൻ്റർലോക്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം പോവില്ല, അത് ഉണങ്ങി കിട്ടാനും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മഴ ഒന്ന് സൈഡ് മാറിയപ്പം വേഗം ഞാനൊന്ന് അങ്ങോട്ട് അടിച്ചു വാരി. ഇന്ന് രാവിലെ ഒരു അത്യാവശ്യം നല്ലൊരു മഴ തന്നെ അങ്ങോട്ട് പെയ്ത് ആ മഴയിലുള്ള വെള്ളത്തിൽ പിന്നെ വേഗം അങ്ങോട്ട് അടിച്ചു വാരി, അല്ലെങ്കിൽ പിന്നെ പെരുമഴ പെയ്താൽ കിട്ടൂല. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിന്നത്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കട്ടെ. അപ്പോൾ ചേച്ചി പീടികയിലേക്ക് നമുക്ക് സാധനത്തിന് വേണമെങ്കിൽ വിളിച്ച് പറയാമെന്ന് പറഞ്ഞപ്പം ഇല്ലാത്ത സാധനം ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഇല്ലാത്ത 1-2 സാധനങ്ങളുണ്ട്. അപ്പോൾ അടുക്കളയിൽ പെരുമാറുന്നതുകൊണ്ട് നമുക്ക് അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് ഇല്ലാത്തതെന്ന്. അപ്പോൾ ചേച്ചി പറയും, ഇല്ലാത്തത് എന്താ വെച്ചാൽ പറഞ്ഞോ, വേഗം നമുക്ക് പീടികയിലേക്ക് വിളിച്ച് പറയാമെന്ന്. അങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുത്താൽ പീടികത്തെ ആൾ സാധനമൊക്കെ കൊണ്ടുപോയി തരും. അങ്ങനെ അടുത്ത് തന്നെയാണ് പീടിക. അപ്പോൾ ഒരു കൊണ്ടുപോയി തരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വേണ്ടി പറഞ്ഞു കൊടുത്ത് വേഗം മീൻ മുറിക്കാൻ വേണ്ടി വന്ന് മീനിൽ ഐസൊക്കെ പോയിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. മീനിന് എന്നാലും തണുപ്പുണ്ട്, ഐസ് കട്ടൊന്ന് അലിഞ്ഞേ ഉള്ളൂ, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും പച്ചവെള്ളം ഒഴിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇത് ആ തണുപ്പ് പോയാലേ നമുക്ക് അതിൻ്റെ മുകളിലുള്ള സാധനമൊക്കെ ഒന്ന് കിട്ടുള്ളൂ കേട്ടോ. ഈ തണുപ്പ് പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചിയോട് കൂടി ഇങ്ങോട്ട് പോരും. അപ്പോൾ നമ്മളെ ചോറ് അവിടെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടോ. ഇനി വേഗം പയറുപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് മുറിച്ച് വെച്ചിന് കറിയിലേക്കുള്ളത്. പിന്നെ ഉപ്പേരിയിലേക്കുള്ള ഉള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിന്. പിന്നെ മത്തി മുറിച്ചെടുത്ത് അതിൻ്റെ 2 എണ്ണം എടുത്തിട്ട് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുഴച്ചിട്ട് നമുക്ക് മത്തി ഒന്ന് കുഴച്ച് വയ്ക്കാം. അപ്പോൾ അത് ഇപ്പം പൊരിക്കൂല കേട്ടോ, നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത്
പൊരിക്കുക. അപ്പോൾ ചേച്ചി പറഞ്ഞു അതവിടെ കുഴച്ച് വെച്ചോ, പിന്നെ നമുക്കത് ശരിയാക്കി എടുക്കാമെന്ന് കേട്ടോ. അപ്പം ഇനി ഞാൻ ചെയ്തില്ലെങ്കിലും പോവാൻ നേരത്ത് അത് വേവിച്ച് കൊടുത്താൽ ചേച്ചി അത് ഇറക്കി വെച്ചോളും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പ്ലാനുകൾ. അപ്പോൾ വേഗം ഉപ്പേരി ഉണ്ടാക്കാനും നിന്നിട്ടോ. ചട്ടി അവിടെ ഉണ്ട്, നമുക്ക് കറി ഉണ്ടാക്കാം. അതിൻ്റെ മുന്നേ ഞാൻ വേഗം ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് അങ്ങനെ ആവട്ടെ, എന്നും ആദ്യം കറിയെല്ലാം ഉണ്ടാക്കൽ, പിന്നെയല്ല നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പേരിക്കുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ വാട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചേരയായിട്ട് അതൊക്കെ ചെയ്തത്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴറ്റിയിട്ട് ഇനി നമുക്ക് പയറിട്ട് കൊടുക്കാം. പയർ നല്ല അടിപൊളി പയറാട്ടോ. ഇന്നലെ കുറച്ച് പച്ചക്കറി വാങ്ങിയതെന്ന് പയറെടുത്തിട്ട് ഞാൻ മാറ്റി, അതിന്നാണ് ഇന്ന് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഉപ്പേരിയും പയറുപ്പേരിയും മത്തിക്കറിയും നല്ല കോമ്പിനേഷനാട്ടോ. നല്ല ടേസ്റ്റാണ്. ഉച്ചയ്ക്ക് ചോറുന്നുമ്പോഴൊക്കെ ഇങ്ങനെ മത്തി തേങ്ങ അരച്ച് കറി വെച്ചതും ഇതൊക്കെ ഉണ്ടാകുമ്പം അടിപൊളി ഒരു ടേസ്റ്റാണ്. ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എന്താ അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് മനസ്സിലാവും. അങ്ങനെ ഞാൻ ഉപ്പേരീൻ്റെ പാത്രം ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും പിന്നെ കറിക്കുള്ള ചട്ടി കയറ്റിയിട്ട് ബാക്കിയെല്ലാം വഴറ്റിയെടുക്കുകയാണേ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടിയെടുത്ത് പിന്നെ അതിലേക്ക് തക്കാളി, ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. പിന്നെ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ, എന്നാലല്ലേ അത് നല്ലോണം വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കൂട്ടുകാരെന്നും കാണുന്ന അതേ ഐറ്റംസ് രീതികളൊക്കെ തന്നെയാണ്. കാരണം കറി ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കൽ. ഇങ്ങനെ വെച്ചാലേ അത് അതിൻ്റേത് ഒരു ഗുമ്മ് കിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഇങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. എന്നാലും നമ്മളെ വീഡിയോ ഒരുപാട് പേര് കാണാൻ കാത്തിരുന്ന് കാണുന്നവരും ഒക്കെ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനി കറിയിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മസാല ഒക്കെ ഒന്ന് സെറ്റായിന്. അപ്പോൾ അതിലേക്ക് പുളി നല്ലോണം പിഴിഞ്ഞ് വെച്ചതുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് അതൊന്ന് ഒഴിച്ച് കൊടുത്ത് ഇനി അതൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് മത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. മസാല നല്ലോണം തിളച്ചിട്ട് മീനിട്ട് കൊടുക്കുമ്പോഴേ ആ മീൻ അതിൻ്റേതായ പാകമായിട്ടുള്ള വേവ് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മസാലേൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മത്തി ഇട്ട് കൊടുത്ത് വേവിക്കുന്നതും ഉണ്ട് കേട്ടോ. മുളകും മല്ലിയും ഇതുപോലെ ഇട്ട് വെക്കണ മത്തിക്കറിയുണ്ട്, ഇങ്ങനെ വെക്കണ മത്തിക്കറിയുണ്ട്. വഴറ്റാതെ വെക്കണ മത്തിക്കറിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റാതെ വെക്കണതാണ് ഉദ്ദേശിച്ചത്. അതും നല്ല സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. എല്ലാത്തിനും കുറച്ച് പുളി ഒന്ന് ടേസ്റ്റായിട്ട് കൂട്ടി ഒന്ന് ഒഴിച്ചാൽ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങ കലക്കി ഒഴിച്ച് കൊടുത്ത് ബാക്കി തേങ്ങ അരച്ചത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടോ. ഇനി നമുക്ക് എപ്പോഴെങ്കിലും പച്ചക്കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലൊക്കെ അത് എടുത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനില്ലാത്തൊരു ദിവസം കറി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് തേങ്ങ അരയ്ക്കണ്ടല്ലോ, അങ്ങനെ അതും സ്റ്റോക്ക് ചെയ്ത് എല്ലാം നമ്മളൊരു കരുതലുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ മഴക്കാലമൊക്കെ അല്ലേ, ചിലപ്പം കറണ്ടൊന്നും ഇല്ലെങ്കിൽ ആകെ കുടുങ്ങിപ്പോകും, അതുകൊണ്ടും കൂടിയാണേ. അപ്പോൾ അതാ കറി ഒന്ന് വെന്ത് റെഡി ആയപ്പം ഞാനതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് വറവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറി. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. മീൻ കറിയിൽ ഇങ്ങനെ ചെറിയ ഉള്ളി കൊണ്ടൊരു വറവിട്ട് കൊടുത്താൽ അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്യുന്ന രീതികളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യണത്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളിതൊരു വ്ളോഗായിട്ട് എല്ലാവരുടെ മുന്നിലും എത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണണമുണ്ട്, അതും സന്തോഷമാണ് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അപ്പം നനച്ച് തുടച്ചിട്ടാൽ അതൊരു വൃത്തിയല്ലേ, നമ്മൾ പണി കഴിഞ്ഞ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക എന്ന് പറയുന്നത്. അതിലും വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല. എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര നിർബന്ധം കേട്ടോ, സത്യമായിട്ടും. എല്ലാവർക്കും അങ്ങനെ തന്നെ, പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ. എനിക്കിതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. വീട്ടിലായാലും ഞാൻ പണി കഴിഞ്ഞാൽ പിന്നെ അടുക്കളൊക്കെ എല്ലായിടത്തും ഇങ്ങനെ തുടച്ചൊക്കെയാണ് ഇടുക കേട്ടോ. അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് പാത്രമുണ്ട്, ഒരു 2-3 പാത്രം. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനിയൊന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അടിച്ചു വരണ കഴിഞ്ഞിട്ടൊന്ന് തുടയ്ക്കലും ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകും പോവാനായിട്ട്, കാരണം തുടയ്ക്കാനും കൂടി ഉള്ളതുകൊണ്ടേ. അല്ലെങ്കിൽ അടിച്ചു വരൽ മാത്രമാണെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും. അപ്പോൾ ഇന്ന് തുടയ്ക്കണേയും കൂടി ദിവസമാണ്, അപ്പോൾ തുടയ്ക്കലും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ എല്ലാം വൃത്തിയാക്കിയിട്ട് കേട്ടോ
നമ്മളെ പാത്രം കഴുകി ഇവിടുത്തെ കാര്യങ്ങളും വൃത്തിയായി. ഇനി നേരെ ചൂലെടുക്കുക, അടിച്ചു വാരുക, തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ എൻ്റെയോടൊപ്പമുണ്ട്, എൻ്റെ കുടുംബത്തിനോടൊപ്പമുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.